ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തും പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. ഇന്നൊരു വീക്കെൻഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കെൻഡ്സ്, അടുത്ത വീക്കെൻഡ്, അതിൻ്റെ അടുത്ത വീക്കെൻഡ്സ് ഒക്കെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീക്കെൻഡ് വീട്ടിലിരിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇസിക്ക് ഇന്ന് കിൻഡർ ഗാർഡനിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസിൻ്റെയും വീട്ടിലോട്ട് ക്രിസ്മസ് പ്രമാണിച്ച് ഇവർ ക്രിസ്മസ് ക്യാരൾ പോകുന്നുണ്ട്, സ്റ്റുഡൻസും ടീച്ചേഴ്സും കൂടെ. അപ്പോൾ ഇന്ന് ഇസി പോവുകയാണ് അവരുടെ കൂടെ. ആക്ച്വലി ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് അവർ നെക്സ്റ്റ് വീക്ക് വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും ഞങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ആ പ്ലാൻസ് ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് വീക്ക് അവർക്ക് ക്രിസ്മസ് ക്യാരൾ ഞങ്ങളുടെ അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി അടുത്ത വീക്കും ഇസിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതുപോലെ പോകാൻ പറ്റില്ലല്ലോ, ഇന്ന് എന്തായാലും വിടാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ പോവുകയാണ്. ഞങ്ങൾ പേരൻസ് കൊണ്ട് ആക്കിയാൽ മതി. പിന്നെ തിരിച്ച് വരാൻ സമയമാകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് വിളിക്കും. ലൈക്ക് ഒരു 5 ഒക്കെയാണ് അവർ അപ്രോക്സിമേറ്റ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊരു ഓൾറെഡി ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും വീടുകളിൽ പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ് ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ റെഡിയാക്കി ഞങ്ങൾ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവന്നു ഇസീനെ. വൈറ്റ് ആൻഡ് റെഡ് ആയിരുന്നു ഇവരുടെ തീം. അപ്പം എല്ലാ പാരൻസും രാവിലെ കുട്ടികളുടെ എല്ലാം റെഡിയാക്കി എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ നിന്ന് പാട്ടൊക്കെ പാടുന്നത് കാണാൻ. അങ്ങനെ ഇവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവരുടെ ക്യാരലിനൊരു ഇനാഗ്രേഷൻ എന്നോണം കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ അച്ഛന്മാരാണ് റിബൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അച്ഛന്മാരെല്ലാം ഒരുമിച്ച് നിന്ന് റിബൺ കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, ഇതുപോലത്തെ ട്രിപ്സ് കുട്ടികളിൽ കൂടുതൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം പേരൻസ് എല്ലാവരും ആ ഒരു സമയത്ത് വരുന്നത് കൊണ്ട് പേരൻസിനൊരു റാപ്പോ ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇസീനെ ടീച്ചർമാരുടെ കൂടെ സേഫായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പണി തുടങ്ങി. ഇന്ന് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മേജർലി ഞങ്ങൾ ക്ലീനിങ് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഓൺ എ ഡെയിലി ബേസിസ് ഞങ്ങൾ ലോണ്ട്രി ചെയ്യും. പക്ഷേ മേജർ ലോണ്ട്രി എല്ലാം വീക്കെൻഡ്സ് ആണ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ്സ് കഴുകാനാണെങ്കിലും പിന്നെ ഞങ്ങളുടെ ടവൽസ്, പിന്നെ മാറ്റ്സ്, ഇതെല്ലാം കഴുകുന്നത് ഞങ്ങൾ വീക്കെൻഡ്സിലാണ്. ഇസിയുടെ കാര്യങ്ങൾ, ഇസിക്ക് കിൻഡർ ഗാർഡനിൽ ടവൽസൊക്കെ കൊടുത്തു തരുന്നുണ്ട്. അത് ഡെയിലി ബേസിൽ കഴുകിയേ പറ്റൂ. പക്ഷെ ഞങ്ങളുടേതാണെങ്കിൽ ഞങ്ങൾ വീക്ക്ലി 2 ഒക്കെ ടവൽസ് കഴുകാറുള്ളൂ. അപ്പം അത് പിന്നെ ബാക്കി വലിയ ക്ലോത്ത്സ് എല്ലാം വീക്കെൻഡ്സ് ആണ് കഴുകുന്നത്. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ കഴുകുന്ന സാധനങ്ങൾ മടക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം എനിക്ക് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ മടക്കാൻ ഒട്ടും പറ്റാറില്ല. അപ്പം ഈ കഴുകിയിട്ടിരുന്ന തുണികളുടെ ഇടയിൽ നിന്ന് ഞാൻ തപ്പിയെടുത്താണ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു 2 ട്രിപ്പ് എടുത്താണ് തുണികളെല്ലാം ഞാൻ മടക്കി വാർഡ്രോബിൽ വെച്ചത്. അത് കഴിഞ്ഞ് ഇവർ 5 മണിക്കാണ് എത്തും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ലേറ്റായി 8:30 വരെ ആയി. പക്ഷേ എല്ലാ ആൾക്കാരുടെ വീടുകളിലൊന്നും ഫുഡൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തുള്ള ഒരു പ്രോപ്പർ ഉറക്കം കിട്ടിയില്ലായിരുന്നു ഇസിക്കൊന്നും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്രാങ്കിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ ഇസിക്ക് ഫ്രൈസും ചിക്കനും ഒക്കെ വാങ്ങാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ കയറി. അപ്പോൾ ഇസി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഭയങ്കര ക്രാങ്കി ആവാൻ തുടങ്ങി. ഉറക്കം ശരിയാവാത്തതിൻ്റെ ആയിരുന്നു. പിന്നെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അതായത് കുറച്ചധികം നേരം നമ്മളുടെ അടുത്തുനിന്ന് വിട്ട് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 10 മണിക്കൂർ കൂടുതൽ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി ആദ്യമായിട്ടാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാറി നിന്നതിൻ്റെ വിഷമം, അതായത് രാവിലെ ബസ്സിൽ അവൻ്റെ സംസാരത്തിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ തനിച്ച് ഉമ്മ ബസ്സിൽ കയറ്റി വിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേട്ടപ്പം വിഷമമായി, അവനും അങ്ങ് വിഷമമായി. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വിഷമത്തിൻ്റെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. ഒരു 4 days ആയി. ഇന്ന് വെളുപ്പിന് എത്തിയതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇക്കാടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈസി. അപ്പോഴാണ് അവന് ക്യാരലിന് പോവേണ്ടി വന്നത്. അപ്പോൾ ഇക്കാടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കുറച്ച് സമയം അങ്ങനെ ഇക്കാടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ
ഇസിയുടെ ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനേ ഉള്ളൂ, അതാണ് ഫ്രൈസ്. അങ്ങനെ ആ ഫ്രൈസ് വന്നതോടെ അവൻ്റെ വിഷമം എല്ലാം മാറി. പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. സീ യു.